നമസ്കാരം. പത്തനംതിട്ട അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ 2023 ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ആഘോഷ ചടങ്ങുകളിൽ അതിഥികളായി ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ക്ഷണിച്ചിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികളായി എത്തിയ അവർ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും മടങ്ങുകയും ചെയ്തു. പക്ഷേ ഇത് സംബന്ധിച്ച് പത്തനംതിട്ട സ്വദേശിയായ സനിൽ നാരായണൻ എന്ന വ്യക്തി കേരള ഹൈക്കോടതിയിലൊരു ഹർജി ഫയൽ ചെയ്തിരുന്നു. കാരണം ക്രിസ്ത്യൻ പുരോഹിതന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ആചാര ലംഘനമാണ്. ഈ ഹർജി വിശദമായി പരിശോധിച്ച കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് ക്ഷേത്രത്തിലെ തന്ത്രിയുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞ് അതിലൊരു ആചാര ലംഘനവും ഇല്ല, ശരിക്കും അതിഥികളെ മാന്യമായി സ്വീകരിക്കുക മാത്രമാണ് ക്ഷേത്രത്തിലുണ്ടായത് എന്ന് തന്ത്രി പറഞ്ഞതനുസരിച്ച് ആചാര ലംഘനം നടന്നിട്ടില്ല എന്ന തീരുമാനത്തിലെത്തി ഈ ഹർജി തള്ളിക്കളയുകയും ചെയ്തു. ഈ വസ്തുതയുടെ പുറത്ത് ഹർജി തള്ളി അതിനു പുറമെ ഈ വിധിയോടനുബന്ധിച്ച് ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനമായത് 1965 കേരള ഹിന്ദു ആരാധനാലയ പൊതു ആരാധനാലയ പ്രവേശനാധികാര നിയമം. ഒരിക്കൽ കൂടി പറയാം, 1965 കേരള ഹിന്ദു പൊതു ആരാധനാലയ പ്രവേശനാധികാര നിയമം. കുറച്ച് നീണ്ട വാക്കാണ്, എന്നാലും ഒന്നുകൂടി ഓർത്തിരിക്കുക. ആ നിയമപ്രകാരം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ലത്രേ. അത് ഭരണഘടനാപരമാണെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് പറയുന്നത്. മാത്രമല്ല, അഹിന്ദുക്കളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു ചട്ടഭേദഗതി ഈ നിയമത്തിൽ പിന്നീട് കൊണ്ടുവരപ്പെട്ടിട്ടുണ്ട്. അതിനാണ് ചട്ടം 3A, റൂൾ 3A. ഈ നിയമത്തിൽ 1965 ഈ ഹിന്ദു പൊതു ആരാധനാലയങ്ങളിലെ പ്രവേശനാധികാര നിയമത്തിൽ ചട്ടം 3A. ആ നിയമ ഭേദഗതിയിലൂടെ അല്ലെങ്കിൽ ഒരു ചട്ടം കൊണ്ടുവന്നതിലൂടെ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ പ്രവേശിക്കുന്നതിലൊരു വിലക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ വിലക്ക് ഭരണഘടനാപരമാണോ എന്ന് സർക്കാർ പരിശോധിക്കണം. ആ വിലക്ക് മാറ്റുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് സർക്കാർ ചിന്തിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ദേവസ്വം ബോർഡ് അധികൃതരും തന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെ ഒരു സമിതിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളുമായിട്ട് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തുവാനാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, ഈ നിയമങ്ങളും അവിടെ നിൽക്കട്ടെ. ഭാവിയിൽ ഇത്തരത്തിലൊരു ചട്ടഭേദഗതി കൊണ്ടുവരികയും അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രങ്ങളിൽ സ്വതന്ത്രമായി പ്രവേശിക്കാം എന്നുള്ളൊരവസ്ഥ സംജാതമാവുകയും ചെയ്യുകയാണെന്ന് കരുതുക. മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകുന്നത് വേശ്യാലയങ്ങളിൽ പണം നൽകുന്നത് പോലെയാണ് എന്ന് ക്ഷേത്രാങ്കണങ്ങളിൽ ക്ഷണിതാക്കളായി വന്നു നിന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ക്ഷേത്രാങ്കണങ്ങളിൽ ക്ഷണിതാക്കളായി വന്നു നിന്ന് മതേതരത്വം പ്രസംഗിക്കുകയും സ്വകാര്യമായ ഇസ്ലാമിക മത ചടങ്ങുകൾക്ക് പോകുമ്പോൾ അവിടെ ക്ഷേത്രങ്ങൾക്ക് സംഭാവന നൽകുന്നത് വേശ്യാലയങ്ങൾക്ക് സംഭാവന നൽകുന്നതിന് തുല്യമാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഇപ്പോൾ തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചിരുത്തുന്ന അല്ലെങ്കിൽ ആദരിച്ചിരുത്തുന്ന ഒരു പതിവ് പല ക്ഷേത്രങ്ങൾക്കുമുണ്ട്. അത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രത്യേകമായുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ ഇപ്പോൾ തന്നെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു നിയമം കൂടി വന്നു കഴിഞ്ഞാൽ, അഹിന്ദുക്കൾക്ക് സ്വതന്ത്രമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ളൊരു നിയമം കൂടി വന്നു കഴിഞ്ഞാൽ, ഭാവിയിൽ തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ മഹാക്ഷേത്രങ്ങളുടെ ഉള്ളിൽ ചാക്കുകെട്ടണിഞ്ഞോ മറ്റെന്തെങ്കിലും വസ്ത്രമണിഞ്ഞോ അഹിന്ദുക്കൾ ഞങ്ങളുടെ വസ്ത്രധാരണ രീതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പ്രവേശിക്കുന്നു എന്ന് വയ്ക്കുക. അകത്ത് ചുറ്റിയൊക്കെ കണ്ട് വിശക്കുമ്പോൾ അവിടെ ഇരുന്ന് അവർ മാംസാഹാരം ഭക്ഷിക്കുന്നു. അവർ കൊണ്ടുവന്ന ബീഫ് ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഭക്ഷിക്കുന്നു. ഇതെല്ലാം ആചാരലംഘനമാണ് എന്ന് നമുക്ക് വാദിക്കാം, കേസ് കൊടുക്കാം. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അല്ലെങ്കിൽ മുഖ്യ കാർമ്മികൻ കോടതിയിലെത്തി പറയുകയാണ്, ഇതിൽ ആചാരലംഘനമൊന്നുമില്ല, അതിഥികളായി എത്തി അവർക്ക് വിശക്കുമ്പോൾ അന്നം കഴിക്കുന്നതിൽ ദേവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് തന്ത്രി പറയുകയാണെങ്കിൽ കോടതി എന്തായിരിക്കും വിധിക്കുന്നത്? ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരില്ല എന്ന് ഉറപ്പായി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? കാരണം ഇത്തരത്തിലൊരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് പല തവണ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ആരാധനാലയങ്ങൾ, ഹൈന്ദവ ആരാധനാലയങ്ങൾ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇനി മറ്റൊരു
വസ്തുത കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതേപോലെ ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഹിന്ദുക്കൾ അവരുടെ പ്രാർത്ഥനാ സമയമാകുമ്പോൾ ക്ഷേത്രത്തിൽ ദേവൻ്റെ നടയ്ക്ക് നേരെ നിന്നങ്ങ് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവിനെ വിളിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നിസ്കരിച്ച് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പരാതിയുമായിട്ട് ഏതെങ്കിലും സനൽ നാരായണന്മാർ പോവുകയും ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് തന്ത്രിയെ വിളിക്കുകയും ആരാധനാക്രമമല്ലേ, അതിനങ്ങനെ ദേവന് പരാതിയൊന്നും തോന്നേണ്ട കാര്യമില്ല, ആചാരലംഘനമില്ല എന്ന് തന്ത്രി പറയുകയും ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യും? ഹൈന്ദവ ആരാധനാലയങ്ങൾ അമ്പലമണികളോ അല്ലെങ്കിൽ വഴിയിൽ പണ്ട് കാലത്ത് തൂക്കിയിട്ടിരുന്ന പരാതി മണികളുമാണോ പോകുന്നവരും വരുന്നവനും ഒക്കെ അടിച്ചിട്ട് പോകാൻ ആണ് എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി തന്ത്രിമാരുടെ കാര്യത്തിൽ തന്ത്രിമാരങ്ങനെയൊക്കെ പറയുമോ? കേരളത്തിലെ ഏറ്റവും വലിയ തന്ത്രി സ്വർണ്ണമോഷണത്തിന് ഇപ്പോൾ അകത്താണ്. ദേവൻ്റെ സ്വർണം അടിച്ചു മാറ്റി എന്നുള്ള കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. അതിലും വലിയൊരു തന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ പരിചയത്തിലില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ തന്ത്രിമാരെ എങ്ങനെ വിശ്വസിക്കും? ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ മാത്രം തീരുമാനിക്കപ്പെടേണ്ട ഒരു കൃത്യങ്ങളായി അല്ലെങ്കിൽ ചടങ്ങുകളായി മാറുന്നത് ദൗർഭാഗ്യകരമാണ്. കാരണം മറ്റൊരു മതത്തിൻ്റെയും ചടങ്ങുകളിലോ രീതികളിലോ അവരുടെ ആരാധനാലയങ്ങളിലുള്ള പ്രവേശന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ കോടതികൾ അങ്ങനെ ഇടപെടാറില്ല. ഹിന്ദുവിന് മാത്രം പൊതുസ്വത്തുക്കൾ നിരവധിയുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ളൊരു സംഗതിയാണോ അതോ ആശങ്കപ്പെടേണ്ട ഒരു സംഗതിയാണോ? ഹിന്ദുവായ ഞാനും നിങ്ങളുമൊക്കെ ആലോചിച്ചാൽ തല പുകഞ്ഞ് കുറേ കാലം മുന്നോട്ട് പോകാം. ആലോചിച്ച് അതിനുചിതമായ പ്രവർത്തികൾ കൈക്കൊണ്ടാൽ ഭാവി തലമുറയ്ക്ക് അവരുടെ സംസ്കാരവും ആചാരങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെട്ട് ഒരു സുദൃഢമായ സുശക്തമായൊരു സമൂഹം നിർമ്മിച്ച് നൽകുവാനുള്ള ആദ്യ ചുവടുവെപ്പെങ്കിലും നമുക്ക് നടത്താം. എന്ത് വേണമെന്ന് ഞാനും തീരുമാനിക്കാം, നിങ്ങളും തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.